നമ്മളിപ്പോൾ പാക്കേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം എടുത്ത് റെഡി ചെയ്താൽ എല്ലാവരും ബാഗ് കിട്ടിയപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത്. നമ്മളിവിടെയാണ് റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ആളാണിതാ. അപ്പോൾ പറയാൻ മറന്നു, നമ്മുടെ ചെക്കൻ്റെ ട്യൂബ് ആൾക്കാർ മാറ്റി. ഇതാണ് പഴയ ട്യൂബ്. ഇതിൽ ചെറിയൊരു പഞ്ചർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ആൾ പുതിയ ട്യൂബ് ഇട്ട് 600 രൂപ കൊടുത്തു. നമ്മുടെ എവിടെയാണെങ്കിൽ 200 രൂപയുള്ളൂ. ഇതിന് പറ്റിച്ചു. കാര്യമില്ല. ഇതാണല്ലേ, ഇത് കെട്ടാൻ അറിയാത്തവനാണ് ട്യൂബ് മാറ്റാൻ പോയത്. അപ്പോൾ ഓക്കെ, നമ്മളിനിപ്പോൾ രാമേശ്വരം ധനുഷ്കോടി ഇപ്പോൾ രാമേശ്വരത്താണ് നിൽക്കുന്നത്. നേരെ നമ്മൾ ധനുഷ്കോടിക്കാണ്. ധനുഷ്കോടി വീഡിയോസ് എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചിരുന്നായിരിക്കും. നേരെ ചിലപ്പോൾ ഫുഡ് കഴിക്കും. അപ്പോൾ അതാണ് സ്ലീപ്പർ ബസ്സൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നേരെ നമ്മൾ ഇങ്ങനെ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് പോവാണ്. ഇതാണ് അമ്പലത്തേക്കും പോണത്. ഇതാണ് ഇത്തിരി ഇങ്ങോട്ടാണ് മറ്റേ രാമേശ്വരം ബസ് സ്റ്റാൻഡ്. നമ്മളിതാ എല്ലാവരും ഓക്കെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ട് ധനുഷ്കോടി പോയിന്റിലെത്തിയിട്ട് വീഡിയോ കാണിക്കാം. പ്ലേസ് ഇപ്പോൾ നമ്മളങ്ങനെ ധനുഷ്കോടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാമേശ്വരത്തായിരുന്നു നമ്മുടെ സ്റ്റേ. ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡാണ് ധനുഷ്കോടിക്ക്. ഇവിടെ നിന്നൊരു 12 കിലോമീറ്ററും കൂടി ഉണ്ട്. അങ്ങനെ കാണിക്കണം മാപ്പിൽ, അറിയില്ല. പിള്ളേർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇതാണ് മറ്റേ രാമൻ്റെ കാല് പതിഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ നമ്മുടെ ആഗ്രഹമായ ധനുഷ്കോടി എത്തിയിരിക്കുന്നു. നമ്മുടെ അങ്ങോട്ടല്ല, നമ്മൾ നേരെ പിള്ളേർ ഫ്രണ്ടിൽ പോയിരിക്കണം, പോയി പിടിക്കാനില്ല. കാറ്റ് നല്ല കാറ്റുണ്ട്. രണ്ട് ഭാഗത്ത് ഇപ്പോൾ തോനെ മെല്ലെ പെടാ, വീഡിയോ എടുക്കണെങ്കിലോ. ആ പണ്ടന്മാരെ സ്പീഡിൽ പോയി. എല്ലാവരും പറയുന്നത് പറയാം.
വേറെ ടെമ്പിള് വേറെ നോക്കണ്ടേ? അതിന് മുകളിൽ കയറണ്ടേ? ഇതിന് മുകളിൽ കയറണ്ടേ? കോട്ടായി വണ്ടി പിടിക്കും എന്നാ വണ്ടി പിടിക്കോ പോകുന്നു വരുമ്പോൾ ഇവിടുന്ന് നോക്കിയിട്ട് പോയപ്പോരെ ഇവിടെ ധനുഷ്കോടിയാ? ഇനിയിപ്പോ കാണുന്നത് തന്നെ വരുമ്പോ കയറാനാ. ഇന്ന് കയറാൻ പറ്റുന്നുണ്ട് അല്ലേ? തിങ്കളാഴ്ച ഇല്ലാത്തതോ റെക്കോർഡാകണ്ട നമുക്ക് റെക്കോർഡാകണ്ട നമുക്ക് വന്ന് വരുമ്പോ കയറാന്ന. അതാണ് വാച്ച് ടവർ കയറാൻ. ഇതാണ് വാച്ച് ടവർ. കയറണ കാരണം വരുമ്പോ കയറാം. അതാണ് നല്ലത്. മുത്തശ്ശൻ നായ്ക്കുട്ടീനും കൂടെ കളിക്കണം. ഇതല്ലേ തിരുമല അടിച്ച് കയറിപ്പോ വീട് കുറഞ്ഞ വീടുകൾ പൂന്തിയോ അയ്യോ മണലിൻ്റെ വണ്ടി പൂന്തിയത് അയ്യപ്പന്മാരാണ്. മുൾച്ചെടികളാണ്. മുൾച്ചെടികൾ രണ്ട് ഭാഗം. ഇപ്പോൾ ഇവിടെ അത്ര ഇല്ല. ഇവിടെ നിന്ന് എല്ലാ റൈഡേഴ്സും പേരണമെന്നൊരു ആഗ്രഹിക്കുന്നൊരു സ്ഥലവും കൂടിയാണ് നമ്മുടെ ധനുഷ്കോടി. നമ്മളും അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞാൽ പുറത്താണ് കിടക്കുന്നത്.
ഗൈസ് മൈക്ക് പുറത്ത് കിടക്കണം. ഞാൻ ഇവിടെ വെച്ചതാണ്, വയറ് നീളമുള്ളത് കൊണ്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ചതാണ്. പക്ഷേ മൈക്ക് നമ്മളെ പറ്റിച്ചു. ഇത്ര നേരം ഞാൻ സംസാരിച്ചൊക്കെ പോയി ഗൈസ്. ഇതാണ് പണ്ടാരം ചെയ്യണ ഒരു കാര്യം. ഇത്ര നേരം ഞാൻ വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും കേട്ടിട്ടില്ലേ തോന്നും. എന്ത് പറയുക, തിര അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹമായ ദൂരെയൊന്നും കാണുന്നില്ല. ഒരു 2 കിലോമീറ്റർ ഒക്കെ കാണുന്നുണ്ട് വെള്ളം. പക്ഷെ കുറച്ചും കൂടി ദൂരെയൊന്നും കാണുന്നതും കൂടി ഇല്ല. ഞാനേ ഇത്ര നേരം സംസാരിക്കണ്ടായിരുന്നു, പക്ഷെ മൈക്ക് പുറത്ത് കിടക്കണോ. ഒന്നും പറയണ്ട, ചെയ്യണവരിത് അല്ലേ. അയ്യപ്പന്മാരിനെയാണ് ഗൈസ് കൂടുതലും. ഡൽഹിയിൽ നിന്നല്ല എല്ലാവിടെ നിന്നും വരും. പോണ്ടിച്ചേരി, ഇത് പോണ്ടിച്ചേരി. അയ്യോ, ഇവിടെ ഇത്ര തിരക്കാ. ഇവിടെ ഇത്ര തിരക്കാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ഇനിയിപ്പോൾ ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ മൈക്ക് പറഞ്ഞതൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ നല്ല തിരക്ക്. ഫുള്ള് ബ്ലോക്ക്. ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഇത്ര വണ്ടികൾ ബ്ലോക്ക് ആകേണ്ട അവസ്ഥ. മാങ്ങയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഇത്രയും തിരക്കൊന്നും നമ്മൾ വരുമ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പം നല്ല തിരക്കായി. എല്ലാവരും നോക്കണം നമ്മണ്ണെ. കുറച്ച് ദൂരം കൂടി ഉള്ളു, പക്ഷെ എന്താണ് നല്ല തിരക്കാണ്. വണ്ടി പോവില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഉപ്പ് വെള്ളത്തിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെ കടത്തേരുത്ത് ഉപ്പ് വെള്ളത്തിൻ്റെ ഇലയാണ്. പിന്നെന്താ വരും. എന്താ അങ്ങോട്ട് പോകാൻ ഇത്രയും തിരക്ക്. അത് കുറച്ച് ഒരു കിലോമീറ്ററും കൂടി ഉണ്ട്. ഞാനേ സഞ്ജയ് മൈക്ക് എടുത്ത് പുറത്തിട്ടാ ചെയ്യണ ഒരു കാര്യം. ഇത്ര നേരം സംസാരിക്കുകയായിരുന്നു.
ആ വെള്ളം ഇവിടെ കമ്മിയാണ്. പ്രാവാ കടൽ കൊറ്റിയോ? നീ ഇതിൽ ഫോൺ വെക്കറ കണ്ണാ, അല്ലെങ്കിൽ അത് ഇളകണ കണ്ട. നീ പിന്നെ എന്തിനാണ് എടുത്ത് വെക്കറ? ലൂസാണ്ടാ, കണ്ണ് കാണില്ലേ? KL 36 ഇഷ്ടംപോലെ പൈനാപ്പിൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓ അപ്പുറം പോയില്ലേ വണ്ടി? നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അലോടല്ലേ? ജബാർ ജബാർ കുദ കുദ സുഖല്ലേ? ഞാൻ എത്ര നേരം വലിയ കാര്യത്തിൽ സംസാരിക്കണം, മൈക്ക് പുറത്ത് കിടക്കണോ? റെക്കോർഡായിട്ടുണ്ട്, പക്ഷെ ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടി വരില്ല. ട്രെയിനാ? എന്തിനാണ് സൗണ്ട്? ഇതാ ഇഷ്ടംപോലെ ശംഖ്, മാല എല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് അങ്ങോട്ട് പോകണം, ഇപ്പോൾ വന്ന അവിടേക്ക് തന്നെ തിരിച്ചു പോകണം. ഒരു രക്ഷയില്ല. ഇതാ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ KL വണ്ടികൾ വന്ന് നിൽക്കുന്നത്. നമ്മൾ 4 വണ്ടിയും കൊണ്ട് 450 കിലോമീറ്റർ വന്നു. 550? ഓ 550ആയി. 550 കിലോമീറ്റർ പോയി വന്നു. ഒരു രക്ഷയില്ല. അല്ല ആദ്യം തന്നെ റൗണ്ട് അടിച്ചത്. എനിക്ക് മനസ്സിലായി. മൈക്ക് പുറത്ത് കിടന്നില്ലേ, അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. പോഞ്ച് പോയറാ, പോഞ്ചോടി കാണാൻ പുറത്തോടി. നിനക്ക് എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? നല്ല വിശപ്പുണ്ട്. എന്താണ് പറയാനുള്ളത്? ഏതാ മൂഡ്? ഒന്നും പറയാനില്ല. ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എങ്ങനെയുണ്ടായിരുന്നു ഈ ട്രിപ്പിൻ്റെ ഒരു ഇത്? അടിപൊളിയായിരുന്നു. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇങ്ങോട്ട് ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ട്. ഇനി ട്രിപ്പ് പോകണം. നിനക്ക് അങ്ങനെയുണ്ട്? ഇത്രയും ദൂരം വണ്ടി ഓട്ടിയത് 20,000 രൂപ കൊടുത്ത് വണ്ടി ടെസ്റ്റ് എടുത്ത് 20,000 രൂപ കൊടുത്ത് വണ്ടി ടെസ്റ്റ് എടുത്ത് എല്ലാം റെഡിയാക്കിയതാണ്. ആ വണ്ടിയും കൊണ്ട് അവൻ ഇത്രയും ദൂരം വന്നിരിക്കുക. എങ്ങനെയാണ് നമുക്ക് അവൻ്റെ അഭിപ്രായം ചോദിക്കാം? ആദ്യം പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ ഇത്രയും പണം മുടക്കിയല്ലേ, പിന്നെ ഇവിടെ വരാനാണ് ഇത്തിരി പാട്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് വന്നാണ്. കുഴപ്പമൊന്നുമില്ല. സ്പ്ലെൻഡറിലൊക്കെ വരാം, അടിപൊളിയാണ്. കുഴപ്പമൊന്നുമില്ല. റൈഡ് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. അങ്ങനെ റൂമൊക്കെ എടുത്ത് നന്നായി ഉറങ്ങിയതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇന്നലെയൊക്കെ നല്ല എടുപ്പ് വേദന ഉണ്ടായിരുന്നു രാത്രി. അത്രയൊക്കെ ഇതൊക്കെ തന്നെ കഴിച്ചു നമ്മുടെ. ഇപ്പം നമ്മുടെ വണ്ടി കൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള വണ്ടി എന്നല്ല, നമുക്ക് ഏതാണോ വരാൻ താല്പര്യം ആ വണ്ടിയും കൊണ്ട് വരിക. അല്ലാണ്ട് ഇന്ന വണ്ടി തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ എൻ്റെ വണ്ടി എനിക്കിഷ്ടം പറഞ്ഞ 390 ആണ്. പക്ഷേ അതുകൊണ്ട് വരാൻ പറ്റാണ്ടല്ല, അത് എടുക്കാനേ പൈസ ഇല്ല. അപ്പോൾ ഉള്ള വണ്ടിയും കൊണ്ട് വരുതാ. എല്ലാം CC കമ്മിയായ വണ്ടി. ഒരു ഇൻഡോർക്കും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിതും കൊണ്ട് നമ്മുടെ സാധനം അത് നമ്മളിതാ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ അത് എത്തുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അതൊന്നും വേറെ തന്നെ. കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം. ഇവിടെ എത്തിച്ചല്ലേ നമ്മുടെ വണ്ടീനെ. ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ട കാര്യമില്ല, അത് അപ്പം നോക്കാം. പക്ഷെ ഇവിടെ എത്തിച്ചു എന്നുള്ളതിലാണ് കാര്യം. ഇത്രയും ദൂരം അവൻ്റെ പുറത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഇത്ര ദൂരം ഓടിയത്.
രക്ഷയില്ല. ഞാൻ നേരത്തെയും ഇവനും കൊണ്ട് തിരുവനന്തപുരം പോയിട്ട് ഇപ്പോൾ ഇതാ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യയിലും വന്നിട്ടുണ്ട്. വേറൊരു വൈബ് തന്നെ. ഫോട്ടോ എടുക്കാൻ കുറച്ച് പേര് ഇതാ ശംഖ് കിങ്ക് തൊട്ടൊക്കെ മാലയും വളയൊക്കെ വാങ്ങുന്നുണ്ട്. ഇവർക്ക് പെണ്ണ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ 4 രഥങ്ങൾ ഇവിടെ നിർത്തി. എന്താണ് എനിക്ക് ശ്രീശാന്ത് പറയാനുള്ളത് ഈ അവസരത്തിൽ? പൊളി. അങ്ങനെ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താ അഭിപ്രായം? ഇത്രയും നേരെ ഓട്ടിയിട്ട് വണ്ടി ഇന്നലെ വന്നാണ്, ഇന്നലെ 10 മണിക്ക്. ഫുള്ള് അടിപൊളി. ഈ വണ്ടി കൊണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞാലേ എല്ലാവരും ഹിമാലയൻ അല്ലേ അതൊക്കെ കൊണ്ട് ഇതാകണ്ട അവിടെ ഒക്കെ നിർത്തിക്കുന്നത് എക്സ്പൾസ്. നമ്മുടെ ഉള്ള വണ്ടി കൊണ്ട് വന്നു അല്ലേ? ഹാപ്പി അല്ലേ നീ? അതെ. ചെക്കനൊക്കെ നമ്മൾ പോയിട്ട് വരാം. അവനക്കൊന്നും ഇത് ഇത്രയും ലോങ്ങൊക്കെ ഇരിക്കേണ്ടതൊക്കെ അവനൊരു ഡൗട്ട്. പക്ഷെ അവനൊക്കെ വന്നു. ഇപ്പം അവ ഹാപ്പിയാണ്. ബാക്കി തന്നെ ഇന്ത്യ എന്ന് പറയണത് ഇതാണ്. ഈ അടയാളം വെച്ചിട്ടാണ്. ഇതുവരെയാണ് റോഡ് ഉള്ളൂ. ഇതുവരെ ചെക്കൻ ഒരു ഫോട്ടോ എടുക്കുന്നതാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേ. നമ്മുടെ കാറുകളൊക്കെ അതുവരെ തന്നെ പോകുള്ളൂ. ബൈക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുവരെ കൊണ്ടുവരാം. സൈഡ് വേണമെങ്കിൽ വെക്കാം. അത്രയാണ്. നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. രാമേശ്വരത്തേക്ക് വരുന്ന ആളുകളാണ് മൊത്തം അങ്ങോട്ട് വന്നിരിക്കുന്നത്. കൂടുതലും സാമ്യനെ ഇഷ്ടംപോലെ സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ആന്ധ്രയിൽ നിന്ന് ആന്ധ്ര, തെലുങ്കാനയിൽ നിന്ന് തെലുങ്ക്, കന്നഡ, തമിഴ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ വരുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്താണ് വന്നത്. ഒരു 7-ലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നത്. പക്ഷെ അവിടെയൊക്കെ വരുമ്പോൾ ഇവിടെയൊന്നും വെള്ളവും ഉണ്ടായിരുന്നില്ല. ഫുള്ള് വലിഞ്ഞിട്ടായിരുന്നു. നമ്മുടെ ഈ ഭാഗത്ത് നോക്കിയാൽ കാണാതാ അവിടെ നോക്കില്ല. അവിടെ കണ്ടില്ലേ കൊറ്റികൾ, ഇഷ്ടംപോലെ കൊറ്റികൾ നിൽക്കുന്നത്. അതേപോലെ ഉള്ളു വലിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ സൈഡിലൊക്കെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ. അപാരമായ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ നോക്കാം. സ്പെൻഡർ പറഞ്ഞതാ സാമ്യരൊക്കെ പറയുന്നത്. സ്പെൻഡർ പറഞ്ഞ രാജാവാണെന്ന് പറയുന്നത്. ഓക്കെ സാമി വേണ്ട. അവരൊക്കെ വണ്ടി വന്നിട്ട് ഫോട്ടോ ആണ്. സ്പെൻഡർ പറഞ്ഞ അതാണ് ഗൈസ്. സ്പെൻഡറിന്റെ വില പറഞ്ഞ ഇതാണ്. സാമിയാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നത്. അതാണ് സ്പെൻഡർ പറഞ്ഞ എന്താണ് ഒരു രക്ഷയില്ല. സാമാരൊക്കെ സ്പെൻഡർ പറ്റി ശബരിമലയ്ക്ക് പോകേണ്ടവരാണ് സ്പെൻഡറിലേക്ക്. ഇനി പോയിട്ട് വന്നതാണെന്ന് അറിയില്ല. ഓക്കെ സാമി. എല്ലാവർക്കും നല്ല റെസ്പോൺസാണ് നമ്മളൊക്കെ കാണുമ്പോൾ. ഈ വണ്ടി കൊണ്ട് വന്ന് പറഞ്ഞേ കണ്ട സ്വാമിമാരൊക്കെ ഇഷ്ടംപോലെ സ്വാമിമാർ ഇവിടെ വേണം ഫോട്ടോ ബൂത്ത് തോന്നുന്നു. നമുക്ക് ഫോട്ടോ എടുത്ത് പറഞ്ഞാൽ അവർ ഫ്രെയിമായിട്ട് തരുന്ന സംഭവം എന്നാണ് തോന്നുന്നത്. കണ്ടേ ഫോട്ടോ എടുത്തിട്ട് നമുക്കത് ഫ്രെയിമാക്കി തരും. നമുക്കെടുക്കാം. നമ്മൾ ഈ കടൽ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം. ഓ വാവ് നൈസ്. അവിടെ കണ്ട അവിടെയൊക്കെ കുറച്ച് കരയായിട്ട് കണ്ട് കുറച്ചെന്നെ ഉള്ളൂ. ഞാൻ അന്ന് വരുമ്പോഴൊന്നുമില്ല ഇത്ര വെള്ളമില്ല. ഇവിടെയൊക്കെ ഉള്ളു വേണ്ടി നമുക്ക് അതുവരെയൊക്കെ നടക്കായിരുന്നു. എന്നിപ്പോൾ അതാ വെള്ളമുണ്ട് കുറച്ച്. അവിടെ മാത്രം ഇപ്പുറത്തെ സൈഡ് വെള്ളം കമ്മിയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. എനിക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് വന്നു പറയുമ്പോൾ പോലെ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ്. നമ്മളെ വീഡിയോയിലൊക്കെ വന്നാണ്. പക്ഷേ നമ്മൾ നേരടി നമ്മുടെ വണ്ടിയും കൊണ്ട് വന്നു പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം. അങ്ങനെ വണ്ടിയും കൊണ്ട് ഹാപ്പി ആയിട്ട് വരിക. സ്പെൻഡർ 100cc കൊണ്ടാണ് ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ മടുക്ക് പറഞ്ഞാൽ നമുക്ക് ആകെ 4 ഗിയറാണ് വരുന്നുള്ളൂ. ആ 4 ഗിയറും കൊണ്ട് 70 മൈലേജ് കിട്ടണമെങ്കിൽ 60
50 പോകണം. പക്ഷെ ഞങ്ങളൊക്കെ വന്നത് 70, ഒരു 80 ആ റേഞ്ചിലാണ് വന്നത്. കാരണം അങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ CC കൂടിയ വണ്ടിയൊന്നുമല്ലേ. പിന്നെ ഇതിന് പറഞ്ഞാൽ 100 cc എഞ്ചിൻ ആയതുകൊണ്ട് നമ്മൾ മെല്ലെ നിർത്തി ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഞങ്ങൾ നിർത്തിയിട്ടാണ് ഒരു അരമണിക്കൂറെങ്കിലും വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം വണ്ടിയാണ് നമ്മളെ ഇത്രയും ദൂരം നമ്മുടെ രണ്ടാളിനെ ഇരുത്തിയിട്ട് വരുന്നത്. 8 പേരിന് നമ്മൾ 4 വണ്ടിയിൽ 2 പേര് വെച്ചിട്ട് ഇരുത്തിയിട്ട് ഇത്രയും ദൂരം വരുന്നത്. കിട്ടുന്ന ഒരു പ്രൗഡ് നമ്മുടെ വണ്ടിയും കൊണ്ട് അതൊരു ഹാപ്പിനെസ് തന്നെ. പൈനാപ്പിൾ തിന്നുകൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. 30 രൂപ. നമ്മൾ വണ്ടീൻ്റെയും കൂടി ഫോട്ടോ എടുക്കാൻ പറ്റണം. അപ്പോൾ കുറച്ച് റീഡേഴ്സ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രഥങ്ങളൊക്കെ കൊണ്ട് കയറ്റിയിട്ട് വേണം ഫോട്ടോ എടുക്കുന്നത്. ഇവിടെ വന്നു എന്നുള്ളതിന് ഒരു ഫോട്ടോ എങ്കിലും ഇടേണ്ട കാശ് അതിന് വേണ്ടിയിട്ട്. വണ്ടി അപ്പുറത്തെ സൈഡ് കൊണ്ട് നിൽക്കണം. അപ്പുറത്തെ കുറേ പേരുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോ ഫാൻസാണ്. ഡിസ്പെൻഡർ ബൈക്ക് ഫോട്ടോ ഫോട്ടോ പറയുന്ന ആള്. നല്ല രീതിയിൽ തിരക്ക് വരാൻ തുടങ്ങി. ക്രൗഡ് കൂടിയിട്ടുണ്ട് ഇഷ്ടംപോലെ.